നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ESI, ES, CSD ബഫർ സോൺ വിഷയങ്ങളിൽ തനിക്കെതിരെ CV വർഗീസ് നടത്തിയ ആരോപണങ്ങൾ അനാവശ്യമാണെന്നും വസ്തുതാവിരുദ്ധമാണെന്നും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. കോലാനി അമരങ്കാവ് ദേവി ക്ഷേത്രത്തിൽ സാമൂഹ്യ വിരുദ്ധർ പ്രവേശിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് ജൂലൈ 2-ന് ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് നാമജപയാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റവന്യൂ ഭൂമി വനം വകുപ്പ് അനധികൃതമായി കയ്യേറുന്നുവെന്ന് സോഷ്യൽ അവയർനെസ് ആൻഡ് ആക്ഷൻ ഫോറം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇടുക്കി അണക്കര സർക്കാർ സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാരനായ അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SFI ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തി. നഗരസഭാ കൗൺസിലർ ലിറ്റി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ESI, ES, ബഫർ സോൺ വിഷയങ്ങളിൽ തനിക്കെതിരെ CV വർഗീസ് നടത്തിയ ആരോപണങ്ങൾ അനാവശ്യമാണെന്നും വസ്തുതാവിരുദ്ധമാണെന്നും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 1.5 മാസമേ ആയിട്ടുള്ളൂവെന്നും ഈ സമയത്തിനുള്ളിൽ കേന്ദ്ര ഗവൺമെന്റ് ESI, ES, ബഫർ സോൺ എന്നിവയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ശുപാർശയും കൊടുത്തിട്ടില്ലെന്നും മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ജനവാസ മേഖലകളിലും കൃഷിസ്ഥലങ്ങളിലും തോട്ടം മേഖലകളിലും പാടില്ലെന്നാണ് തങ്ങളുടെ നിലപാടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷ നേതൃത്വവും CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസും നടത്തിവരുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും അനാവശ്യമാണെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CV വർഗീസിന് ഒരുപക്ഷെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയില്ലായിരിക്കാമെന്നും അല്ലാത്തപക്ഷം അദ്ദേഹം അറിഞ്ഞുകൊണ്ട് നാടകം കളിക്കുന്നതായിരിക്കുമെന്നും MP പറഞ്ഞു. ഈ കാര്യത്തിൽ ഒന്നുകിൽ CV വർഗീസിന് ഒരു കാര്യം അറിയാൻ പാടില്ല, ഇനി അതല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് നാടകം കളിക്കുക. എന്തുകൊണ്ടെന്നാൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 1.5 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഈ 1.5 മാസം കൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന് ഒരു ശുപാർശയും കൊടുത്തിട്ടില്ല. ES, ISD എന്ന് പറയുന്ന ബഫർ സോൺ മൂന്നാറിലെ 5 വന്യജീവി സങ്കേതങ്ങളും അതുപോലെ ദേശീയ ഉദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ജൂൺ മാസം 2-ാം തീയതി അതിന്റെ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ പുറത്തു വന്നപ്പോൾ ആ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ആസ്പദമായിട്ടുള്ള മുഴുവൻ രേഖകളും പ്രൊപ്പോസൽസും കേന്ദ്ര സർക്കാരിന് 8 മാസം മുമ്പ് അന്നത്തെ LDF ഗവൺമെന്റ് കൊടുത്തതാണ്. ഇപ്പോൾ ആ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് മൂന്നാറിലെ 6 തോട്ടങ്ങൾ, മൂന്നാർ ദേവികുളം പഞ്ചായത്തുകളിലെ 6 തോട്ടങ്ങളും കാന്തല്ലൂർ പഞ്ചായത്തിലെ 2 വാർഡുകൾ റവന്യൂ ലാൻഡും ബഫർ സോണിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ജനവാസ കേന്ദ്രങ്ങളും കൃഷിസ്ഥലങ്ങളും തോട്ടങ്ങളും പൂർണ്ണമായി ബഫർ സോണിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള തത്വം ഇവിടെ പാലിക്കപ്പെടില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പ്രത്യേകമായി ഇളവ് അനുവദിച്ച് പൂജ്യമാക്കി നിജപ്പെടുത്താനുള്ള അവസരം നൽകിയിട്ടും അത് പ്രയോജനപ്പെടുത്താൻ അന്നത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറായി. അങ്ങനെ തയ്യാറാകാത്തിടത്ത് ഈ വിധത്തിലുള്ള പ്രൊപ്പോസൽ സമർപ്പിക്കുകയും മൂന്നാറിലെ തോട്ടങ്ങൾ 6 തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്നാറിലെ തോട്ടങ്ങളെല്ലാം വളരെ സമ്പുഷ്ടമാണ്. ഒരുപാട് തൊഴിലാളികളുണ്ട്, അവരുടെ വളർത്തുമൃഗങ്ങളുണ്ട്, അവരുടെ ആവാസ വ്യവസ്ഥയുണ്ട്. അതെല്ലാം ES, ISD പരിധിയിലേക്ക് വരുന്ന വിധത്തിലാണ് ആ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ശുപാർശകൾ സമർപ്പിച്ചത്. ആ ശുപാർശകൾ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു എന്ന് മാത്രമേ. ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ESAയുമായി ബന്ധപ്പെട്ട് ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ വർഷങ്ങളായി നമ്മുടെ ജില്ലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ 10 വർഷക്കാലം ഈ ESAയുമായി ബന്ധപ്പെട്ട് ആ വിവാദം അവസാനിപ്പിക്കാൻ വേണ്ടി യാതൊന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റ് ആയിരുന്നു ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ഇപ്പോൾ LDF ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ശുപാർശകൾ
ആ ശുപാർശകളുടെ അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള പ്രപ്പോസൽസ് അത് സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തി അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ആധികാരികമായ ഡേറ്റാസ് സമർപ്പിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അത് സമർപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇളവ് വാങ്ങി ഫൈനൽ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കണക്കിലെടുക്കാതെ അനാവശ്യമായി രാഷ്ട്രീയ ആക്ഷേപം പറഞ്ഞുകൊണ്ട് CV വർഗീസിനെ പോലെയുള്ള നേതാക്കന്മാർ കടന്നു വരുമ്പോൾ മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമായിരിക്കും. ഒന്നുകിൽ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ മേല, ഇനി അതല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് വെറുതെ നാടകം കളിക്കുക. പക്ഷെ ഇതൊന്നും ജനങ്ങൾക്ക് മുമ്പിൽ വിലപ്പോവില്ല. ഇങ്ങനെ നാടകം കളിച്ചാണ് CV വർഗീസും ഇന്നത്തെ ഒരു ഗതിയിൽ എത്തിയിട്ടുള്ളത്. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 1.5 മാസമേ ആയിട്ടുള്ളൂവെന്നും ഈ സമയത്തിനുള്ളിൽ കേന്ദ്ര ഗവൺമെന്റിന് യാതൊരുവിധ ശുപാർശയും കൊടുത്തിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ESZ എന്ന് പറയുന്ന ബഫർ സോൺ മൂന്നാറിലെ 5 വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ജൂൺ 2 അതിന്റെ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ പുറത്തു വന്നപ്പോൾ അതിനാസ്പദമായിട്ടുള്ള മുഴുവൻ രേഖകളും മറ്റും കേന്ദ്ര സർക്കാരിന് 8 മാസം മുമ്പ് അന്നത്തെ LDF ഗവൺമെന്റ് നൽകിയിരുന്നു. ഇതനുസരിച്ച് ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ബഫർ സോണിൽ നിന്നും ഒഴിവാക്കുക എന്ന തത്വം ഇവിടെ അന്ന് പാലിക്കപ്പെട്ടില്ല. സുപ്രീം കോടതി സംസ്ഥാനങ്ങൾക്ക് ഇളവ് അനുവദിച്ചിട്ടും അത് പ്രയോജനപ്പെടുത്താൻ LDF ഗവൺമെന്റ് ശ്രമിച്ചില്ല. ഈ സാഹചര്യത്തിൽ ഇതെല്ലാം MPയുടെ കുഴപ്പമാണെന്ന് ആരോപിച്ച് CV വർഗീസ് നടത്തിയ വാർത്താ സമ്മേളനത്തിന് യാതൊരു പ്രസക്തിയുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ജനവാസ മേഖലകളിലും കൃഷിസ്ഥലങ്ങളിലും തോട്ടം മേഖലകളിലും പാടില്ലെന്നാണ് തങ്ങളുടെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോലാനി അമരങ്കാവ് ദേവി ക്ഷേത്രത്തിൽ സാമൂഹ്യ വിരുദ്ധർ പ്രവേശിച്ച് വിഗ്രഹം എടുത്തു മാറ്റുകയും പണം അപഹരിക്കുകയും ചെയ്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പ്രതികളെ ഉടൻ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ജൂലൈ 2 ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് നാമജപയാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോലാനി അമരങ്കാവ് ദേവി ക്ഷേത്രത്തിൽ സാമൂഹ്യ വിരുദ്ധർ പ്രവേശിക്കുകയും കാണിക്ക വഞ്ചികൾ, ഓഫീസ് മുറി എന്നിവ തകർത്ത് പണം അപഹരിക്കുകയും ചെയ്തു. ഇതിനു പുറമെ ശ്രീകോവിലിനുള്ളിൽ കടന്ന് മൂലവിഗ്രഹത്തിന് കേടുപാടുകൾ വരുത്തുകയും പീഠത്തിൽ നിന്നും വിഗ്രഹം എടുത്തു മാറ്റുകയും ചെയ്തു. സംഭവം നടന്ന് 1 മാസം കഴിഞ്ഞിട്ടും പ്രതികളെ കണ്ടെത്തുവാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രതികളെ അടിയന്തരമായി കണ്ടെത്തി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്രം ഭരണസമിതി, ഹൈന്ദവ സംഘടനകൾ, വിവിധ ക്ഷേത്ര ഭരണസമിതികൾ തുടങ്ങിയവർ പോലീസിൽ പ്രത്യേകം പരാതികൾ നൽകിയിരുന്നു. കൂടാതെ 300-ൽ പരം ഭക്തർ ഒപ്പിട്ട് പരാതി സംസ്ഥാന ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ടും നൽകി. അന്വേഷണത്തിൽ നടക്കുന്ന ഈ മെല്ലെപ്പൊക്ക് അവസാനിപ്പിച്ച് അന്വേഷണം ഊർജിതമാക്കി പ്രതികളെ ഉടൻ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ജൂലൈ 2 രാവിലെ 10 മണിക്ക് ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് നാമജപ യാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ കഴിഞ്ഞ മെയ് മാസം 30 രാത്രിയിൽ ശരിക്കും അവരെ ഞങ്ങൾക്ക് കവർച്ചക്കാരെന്ന് പറയാൻ പറ്റില്ല, അവർ ശരിക്കും അക്രമകാരികളായിരുന്നു. കാരണം ഈ കാവിന്റെ പ്രാധാന്യം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട്, വിശ്വാസികളെ നൊമ്പരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവരവിടെ പ്രവർത്തിച്ചതെല്ലാം നമുക്ക് കാണുന്നത് അങ്ങനെയാണ്. കാരണം പണമായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യമെങ്കിൽ പണത്തിന് ഉതകുന്ന രീതിയിലുള്ള പലതും അവിടെ ഉണ്ടായി. അതൊന്നും അവര് മോഷണത്തിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളത് അവരുടെ ലക്ഷ്യം മറ്റെന്തോ ആയിരുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടി. ഈ 1 മാസമായിട്ടും ഒരു വിധത്തിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ പ്രതികളെ കണ്ടെത്താനുള്ള ഒരു സൂചനയോ ഒന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് ഈ നിമിഷം വരെ നമ്മൾ അറിയുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മള് തൊടുപുഴയിലെ മിക്കവാറും ക്ഷേത്രങ്ങളെല്ലാം, ക്ഷേത്ര ഭരണസമിതികളെല്ലാം ഇൻഡിവിജ്വലായിട്ട് പോലീസിലേക്ക് പരാതി കൊടുത്തിരുന്നു. അതുകൂടാതെ തന്നെ ദേവസ്വത്തിന്റെ പരാതി കൊടുത്തിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഉടമ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ നേരിട്ട് പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഇതുകൂടാതെ നമ്മൾ കഴിഞ്ഞ 14-ാം തീയതി കോലാനിയിൽ ഒരു വലിയ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരുന്നു. ഏതാണ്ട് 400-ഓളം ആളുകൾ പങ്കെടുത്തു. അവരെല്ലാവരെയും ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ഒരു ഭീമഹർജിയായി പിറ്റേ ദിവസം ഇവിടെ വന്ന കേരളത്തിന്റെ ബഹുമാന്യായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സാറിന് അതൊരു ഭീമഹർജിയായിട്ട് നമ്മൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട SP-ക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് അത് സംബന്ധിച്ച് അന്വേഷണം നടക്കണമെന്നൊക്കെ അദ്ദേഹം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ ഭക്തരെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച് ഇത് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നൊരു ആശങ്ക ഭക്തരുടെ ഇടയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ശക്തമായി അന്വേഷിച്ച് ഏത് വിധേനയും ഈ പ്രതികളെ കണ്ടെത്താനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നാളെ കഴിഞ്ഞ് 2-ാം തീയതി തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു നാമജപ ഘോഷയാത്രയായിട്ട് സംഘടിപ്പിക്കുന്നത്. തീർത്തും സമാധാനപരമായി മറ്റ് മുദ്രാവാക്യങ്ങളോ മറ്റ് അടയാളങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവരും ദേവിയുടെ കീർത്തനം ജപിച്ചുകൊണ്ട് സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന രീതിയിൽ ഏതാണ്ട് 100-500-ഓളം ആളുകൾ പങ്കെടുക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു നാമജപ ഘോഷയാത്ര പോലീസ് സ്റ്റേഷനിലേക്ക് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. ഭക്തര്, വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. ഈ കാര്യത്തിൽ പോലീസ് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തി ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവരെ കണ്ടെത്തണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്.
തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംയുക്ത സമരസമിതി കൺവീനർ വി കെ ബിജു, ദേവസ്വം വൈസ് പ്രസിഡന്റ് ആർ അജി, സെക്രട്ടറി പി എസ് രാധാകൃഷ്ണൻ, കമ്മിറ്റി അംഗങ്ങളായ എ എൻ അരവിന്ദൻ, പി ജി മോഹനൻ, ഡൈജിൽനാഥ് പി ജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി അണക്കര സർക്കാർ സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാരനായ അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SFI ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സ്കൂളിന്റെ പ്രവേശന കവാടത്തിൽ പോലീസ് മാർച്ച് തടഞ്ഞ് നേരിയ സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി. പ്രതിഷേധ സമരം SFI ഇടുക്കി ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ക്ലാസ്സിൽ വെച്ച് അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചതായി പരാതി ഉയർന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ കുറ്റക്കാരനായ അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർത്തിയാണ് SFI ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. സ്കൂളിന്റെ പ്രവേശന കവാടത്തിൽ പോലീസ് മാർച്ച് തടഞ്ഞു. എന്നാൽ ഗേറ്റും പോലീസ് വലയവും മറികടന്ന് പ്രവർത്തകർ സ്കൂൾ വളപ്പിലേക്ക് ഇരിച്ചുകയറി. തുടർന്ന് ഹെഡ്മാസ്റ്ററുമായി SFI നേതാക്കൾ സംസാരിക്കുകയും അധ്യാപകനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളതായി അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. വിദ്യാർത്ഥികൾക്കെതിരെ ക്രൂരമായ നടപടികൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സാഹചര്യം സംസ്ഥാനത്ത് ഒരു വിദ്യാലയത്തിലും അനുവദിക്കില്ല എന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത SFI ഇടുക്കി ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് പറഞ്ഞു. ഒരു വിദ്യാർത്ഥിയെ ഇപ്പോഴും ഇത്തരത്തിലുള്ള കാടൻ നിയമങ്ങൾ കൊണ്ട് എങ്ങനെയെങ്കിലും കയ്യേറ്റം ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളെ ചോദിക്കുന്നതിനെയും ചോദ്യം ചെയ്യാനുള്ള അവകാശത്തെയും എല്ലാം ഹനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാട് കുറച്ചധികം കാലമായിട്ട് ഈ സംസ്ഥാനത്തിനകത്തുള്ള അധ്യാപക പക്ഷം സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരുന്നുണ്ട്. ആ സാഹചര്യം നിലവിൽ നമ്മുടെ നാട്ടിലേക്കും ഇടുക്കി ജില്ലയിലേക്കും ഈ അണക്കരയിലേക്കും വരുന്ന ഘട്ടമുണ്ട്. ഒരു വിദ്യാർത്ഥിയെ ആ വിദ്യാർത്ഥിയുടെ മോന്തക്കിട്ടടിക്കുക, ആ വിദ്യാർത്ഥിയുടെ പുറത്തിലിട്ടടിക്കുക, ആ വിദ്യാർത്ഥിയുടെ കാലിലിട്ട് ചൂരൽ വെച്ച് അടിച്ച് ചൂരൽ പൊട്ടുന്നത് വരെ ആ വിദ്യാർത്ഥിക്കിട്ട് അടിക്കുക എന്നുള്ള നിലപാടിലേക്കാണ് ഈ ക്യാമ്പസിനകത്തുള്ള അധ്യാപകൻ പോയിട്ടുള്ളത്, ഈ സ്കൂളിനകത്തുള്ള അധ്യാപകൻ പോയിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്കൂളിലെ ആ വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് പോയി ആ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളെയും ആ കുട്ടിയെയും കാണുന്നതിലുണ്ടായി. അങ്ങനെ കണ്ടപ്പോൾ ആ അമ്മ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറയുക, ഞാൻ എൻ്റെ പിള്ളയെ ഞാൻ പോലും ഇതുവരെ മർദ്ദിച്ചിട്ടില്ല, എന്നിട്ട് ഇവിടെ സ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടപ്പോൾ വീണ്ടും എൻ്റെ മകനെ മർദ്ദിക്കുന്ന നിലയുണ്ടായി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയാണ് ഈ സ്കൂളിലേക്ക് എൻ്റെ മകനെ ഇനി പറഞ്ഞു വിടുക? എൻ്റെ മറ്റൊരു മകൻ ഈ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോകുന്നുള്ള ഉറപ്പ് മാതാവിന് കൊടുത്ത ഘട്ടത്തിൽ ആ മാതാവ് നമ്മളോട് പറയുകയുണ്ടായി, നിങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോയാൽ എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ 2ാമത്തെ മകനെ ചിലപ്പോൾ ഇവർ വീണ്ടും അവഗണിക്കും, അവനെയും കൂടി ചിലപ്പോൾ ഇവർ തോൽപ്പിച്ച് കളയും. അങ്ങനെ ഒരു ഉപദ്രവ നിലപാടിലേക്ക് ഈ സ്കൂളിനകത്തുള്ള അധ്യാപകർ പോകും എന്ന നിലയിലേക്ക് ആ അമ്മ നമ്മളോട് കരഞ്ഞു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്ന പരാതിയിൽ വകുപ്പ് തല അന്വേഷണവും നടക്കുന്നുണ്ട്. കട്ടപ്പന വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ C രാജശേഖരൻ ഇന്ന് സ്കൂളിലെത്തി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മൊഴി രേഖപ്പെടുത്തി. നിലവിൽ അന്വേഷണ വിധേയമായി 1 മാസത്തെ നിർബന്ധിത അവധിയിലാണ് ആരോപണ വിധേയനായ അധ്യാപകൻ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. റവന്യൂ ഭൂമി വനം വകുപ്പ് അനധികൃതമായി കയ്യേറുന്നുവെന്ന് സോഷ്യൽ അവയർനെസ് ആൻഡ് ആക്ഷൻ ഫോറം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കഞ്ഞിക്കുഴിയിൽ റവന്യൂ ഭൂമിയിൽ അതിക്രമിച്ചു കയറി ജണ്ടയിടുകയും ജനവാസ മേഖലകളിലേക്ക് വന്യജീവി ആക്രമണം വർദ്ധിക്കുന്ന രീതിയിലുള്ള നടപടികൾ വനം വകുപ്പ് കൈക്കൊള്ളുകയാണെന്നും വരും ദിവസങ്ങളിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളിലേക്ക് പ്രദേശവാസികൾ നീങ്ങുമെന്നും സാഫ് ഭാരവാഹികൾ അറിയിച്ചു. വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി സോഷ്യൽ അവയർനെസ് ആൻഡ് ആക്ഷൻ ഫോറം ഭാരവാഹികൾ രംഗത്ത്. വർഷങ്ങളായി ജനങ്ങളുടെ കൈവശത്തിലുള്ളതും സർക്കാർ രേഖകളിൽ റവന്യൂ പുറമ്പോക്കെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതും പട്ടയ നടപടികൾ പുരോഗമിക്കുന്നതുമായ കഞ്ഞിക്കുഴി വില്ലേജിലെ റവന്യൂ ഭൂമി വനം വകുപ്പ് അനധികൃതമായി കയ്യേറുന്നതിനെതിരെ ജനകീയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. റവന്യൂ ഭൂമിയിൽ അതിക്രമിച്ചു കയറി ജണ്ടയിടുകയും ജനവാസ മേഖലകളിലേക്ക് വന്യജീവി ആക്രമണം വർദ്ധിക്കുന്ന രീതിയിൽ വനംവകുപ്പ് നടപടി സ്വീകരിക്കുകയാണെന്നുമാണ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത്. കഞ്ഞിക്കുഴിയെ സംബന്ധിച്ച് കുറേയധികം ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. അപ്പം അതെല്ലാം വനവുമായി അതിര് പങ്കിടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ആ വനവുമായി അതിര് പങ്കിടുന്ന സ്ഥലങ്ങളിലെല്ലാം ഫോറസ്റ്റുകാർ
നമ്മുടെ കൈവശ ഭൂമിയിലേക്കും റവന്യൂ ഭൂമിയിലേക്കും പതുക്കെ ഇറങ്ങി വന്ന് ഈ സ്പോട്ടുകളെല്ലാം ബ്ലോക്ക് ചെയ്യും. അവിടുത്തെ കൃഷിക്കാർക്കെതിരെ അന്യായമായ കേസുകൾ എടുത്തുകൊണ്ടിരിക്കും. അങ്ങോട്ട് കൃഷി സ്ഥലത്തേക്ക് പഞ്ചായത്തിൻ്റെ റോഡിൽ കൂടി പോലും കടന്നു പോകാൻ വയ്യാത്ത വിധം അവിടെ ചെക്ക് പോസ്റ്റ് ഇട്ട് കാവൽ നിൽക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ മറ്റാരും ചോദിക്കാനില്ലാത്തത് കാരണവും ഞങ്ങൾക്ക് കഞ്ഞിക്കുഴിയിൽ സർവേ ചെയ്യേണ്ടത് കൊണ്ടും അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഘടന ഉണ്ടാക്കിയത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരാൾ തന്നെ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ തീർക്കുക എന്നുള്ളത് വളരെ നിസ്സാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊരു സംഘടനയോടുകൂടി മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ച് അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് സോഷ്യൽ അവയർനെസ് ആൻഡ് ആക്ഷൻ ഫോറം എന്ന സംഘടന രൂപീകരിച്ച് അതുമായി മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 28-ാം തീയതി പാൽക്കുളം ടൂറിസം തുറന്ന് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും. 2-ാം തീയതി തന്നെ അത് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേയും വന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേക്കകത്ത് ഈ സോഷ്യൽ അവയർനെസ് ആൻഡ് ആക്ഷൻ ഫോറത്തിൻ്റെ സെക്രട്ടറിയുടെ പേര് ഈ കടന്നുകയറ്റത്തെ ചോദ്യം ചെയ്ത നാട്ടുകാരോട് നഗരമ്പാറ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വൈരാഗ്യ ബുദ്ധിയോടെയാണ് പെരുമാറുന്നത്. പ്രതിഷേധിക്കുന്നവർക്കെതിരെ കള്ളക്കേസെടുക്കുന്നതും പതിവായിരിക്കുകയാണ്. 1902 പുറപ്പെടുവിച്ച ഉത്തരവിന്റെ മറവിലാണ് വനംവകുപ്പ് ഈ പ്രദേശത്തിനുമേൽ കടന്നുകയറ്റം നടത്തുന്നത്. എന്നാൽ സ്വതന്ത്ര പ്രവൃത്തിക്ക് ശേഷം കാലഹരണപ്പെട്ട നിയമങ്ങൾ നിലനിൽക്കുന്നതല്ലെന്ന് സർക്കാർ ഉത്തരവ് ഉള്ളപ്പോഴാണ് വനംവകുപ്പ് കൈവശ ഭൂമിയിലുള്ള കർഷകരെ ദ്രോഹിക്കുന്നതെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. വനംവകുപ്പിന്റെ പരിധിക്ക് പുറത്തുള്ള കൃഷിഭൂമികളിൽ രാത്രികാലങ്ങളിൽ അതിക്രമിച്ചു കയറി സംരക്ഷണ വേലികൾ നശിപ്പിക്കുക, രാത്രിയുടെ മറവിൽ വീടുകൾ തകർക്കുക, തകർത്ത വീടുകളുടെ അവശിഷ്ടങ്ങൾ ആക്രിക്കടകളിൽ വിൽപ്പന നടത്തുക തുടങ്ങിയവയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിവരുന്നുണ്ട്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സാഫ് പ്രസിഡന്റ് സിബി ആറക്കാട്ട്, ജനറൽ സെക്രട്ടറി ടിജോ പി ജോയി, ട്രഷറർ ER ബൈജു, സെക്രട്ടറി KA അസീസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള കർഷക സംഘം കവളങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാസവള വില വർധനവിനെതിരെ വാരപ്പെട്ടി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കർഷക സംഘം കവളങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാരപ്പെട്ടി പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ ധർണ CPM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷാജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് VK റിജി അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇരട്ടിയിലധികം വിലവർധനവാണ് രാസവളങ്ങൾക്കുണ്ടായിട്ടുള്ളത്. കൃത്യസമയത്ത് കർഷകർക്ക് വളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുവാനും കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല. സാധാരണ കർഷകരെ വിട്ട് കോർപ്പറേറ്റ് കർഷകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത്. കർഷകർക്ക് ലഭ്യമാക്കാതെ വളങ്ങൾ പൂഴ്ത്തിവെക്കുന്നതും വിലവർധനവിന് കാരണമാകുന്നു. എന്നാൽ കരിഞ്ചന്തക്കാരെയും കോർപ്പറേറ്റുകളെയും സഹായിക്കുന്നതിനായി രാസവള പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ല. ഇവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിനെതിരെയാണ് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിലേക്ക് കേരള കർഷക സംഘം മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കർഷക സംഘം കവളങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാരപ്പെട്ടി പോസ്റ്റ് ഓഫീസിന് മുമ്പിലേക്ക് നടത്തിയ ധർണ CPIM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷാജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിനകത്ത് അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ രാജ്യം, ഇന്ത്യ രാജ്യം, ഒരു കാർഷിക വൃഷ്ടി കൊണ്ട് ജീവിക്കുന്ന, ലോകത്തെ തന്നെ ഏറ്റവും വലിയ കാർഷിക വൃത്തിയിൽ കൊണ്ട് ജീവിക്കുന്ന ജനതയുള്ള രാജ്യമാണ്. ആ രാജ്യത്തിനകത്തെ ജനതയോട്, ഒരു രാജ്യത്തെ ജനത, ഏറ്റവും കൂടുതൽ ജനത അവൻ ജീവിക്കുന്നത് കാർഷിക വൃഷ്ടിയിൽ കൊണ്ടാണെങ്കിൽ ആ രാജ്യത്തെ ജനതയെ ചേർത്ത് നിർത്താൻ ആവശ്യമായ ഇടപെടൽ നടത്തേണ്ട കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിനകത്തെ എല്ലാ നയങ്ങളും ഈ രാജ്യത്തിനകത്തെ വൻകിട കോർപ്പറേറ്റുകൾ മാത്രം കൃഷി ചെയ്താൽ മതി. കാർഷിക വൃത്തിയിൽ നിന്ന് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയോടും നിങ്ങൾ കാർഷിക വൃത്തി അവസാനിപ്പിച്ചുകൊള്ളൂ. കാർഷിക വൃത്തി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾ കൃഷി ചെയ്യും. നിങ്ങളാരും ഇനി കൃഷി ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ കൃഷിയിടം ഞങ്ങൾക്ക് തരൂ. ആ ഞങ്ങൾക്ക് തന്ന ഞങ്ങളാ കൃഷി നടത്തിക്കൊള്ളാം എന്ന് വൻകിട കോർപ്പറേറ്റുകൾ പറയുകയാണ്. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് VK റിജി അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് AR അനി, ഏരിയ സെക്രട്ടറി ഷിജോ അബ്രഹാം, KE ജോയ്, മാത്യു K ഐസക് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തങ്കമണിയിൽ അയൽവാസിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ ജീവപര്യന്തം തടവിനും പിഴയടയ്ക്കുന്നതിന് ശിക്ഷിച്ച കോടതി 2004 തങ്കമണി ഇട്ടിക്കവല ഭാഗത്ത് താമസിക്കുന്ന മാത്യുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിയായ ഞാറക്കൽ ബെന്നിയെ ശിക്ഷിച്ചത്. പ്രതി മദ്യപിച്ചെത്തി അയൽവാസികളെ അസഭ്യം പറയുന്നത് ചോദ്യം ചെയ്തതിലും
പരാതി കൊടുക്കുമെന്ന് പറഞ്ഞതിലുമുള്ള വൈരാഗ്യമായിരുന്നു കൊലയ്ക്ക് കാരണം. ഇടുക്കി 3rd അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി SS സീനയാണ് വിധി പ്രസ്താവിച്ചത്. തങ്കമണി ഈട്ടിക്കവല ഭാഗത്ത് പ്ലാത്തറവേലിൽ വീട്ടിൽ അപ്പച്ചൻ എന്ന് വിളിക്കുന്ന മാത്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ തങ്കമണി ഈട്ടിക്കവല ഞാറയ്ക്കൽ ബെന്നിയെ ജീവപര്യന്തം തടവിനും 1 ലക്ഷം രൂപ പിഴ അടയ്ക്കുന്നതിനും ശിക്ഷിച്ചു. ഇടുക്കി 3rd അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി SS സീനയാണ് വിധി പ്രസ്താവിച്ചത്. 2004 ജനുവരി 8 വെളുപ്പിന് 1 മണിക്കായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രതി മദ്യപിച്ചെത്തി അയൽവാസികളെ അസഭ്യം പറയുന്നത് ചോദ്യം ചെയ്തതിലും പരാതി കൊടുക്കുമെന്ന് പറഞ്ഞതിലുമുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണം. കേസിൽ പ്രോസിക്യൂഷൻ 16 സാക്ഷികളെയും വിസ്തരിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോണി അലക്സ് ഹാജരായി. 8/1/2004 നടന്ന കൊലപാതക കേസിൽ ഞാറക്കൽ ഷാജി എന്നയാളെ ജീവപര്യന്തം തടവിനും 1 ലക്ഷം രൂപ പിഴ അടയ്ക്കുന്നതിനും കോടതി ഉത്തരവായിട്ടുണ്ട്. പിഴത്തുക കൊല്ലപ്പെട്ട ആളുടെ മകനും ഭാര്യയ്ക്കും വേണ്ടി 50,000 രൂപ കൊടുക്കാനാണ് കോടതി തീരുമാനിച്ചത്. 8/1/2004 വെളുപ്പിന് 1 മണിയോടെയാണ് കൊലപാതകം നടന്നത്. അതിനുശേഷം 2006 ഈ പ്രതി ഇവിടെ നിന്ന് ഒളിവിൽ പോവുകയും 2024 പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്യാനും കോടതി മുമ്പ് ഹാജരാക്കാൻ സാധിച്ചു. കേസിൽ 20 സാക്ഷികളുണ്ടായിരുന്നു. 16 പേരെ കേസിൽ സാക്ഷികളായിട്ട് വിസ്തരിച്ചു. മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് ലാബിലെ റിപ്പോർട്ടുകളും കേസിന് വളരെ അനുകൂലമായിരുന്നു. പ്രതി കുറ്റകൃത്യത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങി 2006 മുതൽ 2024 വരെ പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു. 2024 പ്രതിയെ പിടികൂടാനായത്. പിഴത്തുകയിൽ 50,000 രൂപ കൊല്ലപ്പെട്ട മാത്യുവിന്റെ ഭാര്യയ്ക്കും 50,000 രൂപ മകനും കൊടുക്കുന്നതിന് കോടതി ഉത്തരവായി. കട്ടപ്പന പോലീസ് സ്റ്റേഷൻ SHOമാരായിരുന്ന ബിനു കെ സ്റ്റീഫൻ, G ഹരിദാസ്, KM ബിജുമോൻ എന്നിവരാണ് അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് സഹായികളായി ASI സിബി S നായർ, CPO ഗണേഷ് എന്നിവർ പ്രവർത്തിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഫിഫ വേൾഡ് കപ്പിന്റെ ആവേശത്തിൽ ന്യൂമാൻ കോളേജ് ഫിസിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പോർച്ചുഗൽ, അർജന്റീന, ഫ്രാൻസ്, ബ്രസീൽ ടീമുകളെ പ്രതിനിധീകരിച്ച് വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കാളികളായി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ്, വൈസ് പ്രിൻസിപ്പൽ പ്രജീഷ് C മാത്യു എന്നിവർ കുട്ടികൾക്ക് ആശംസ നേർന്നു. ഫിഫ വേൾഡ് കപ്പിന്റെ ആവശ്യത്തിൽ ന്യൂമാൻ കോളേജ് ഫിസിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ്, ക്വിസ് കോമ്പറ്റീഷൻ, പെനാൽറ്റി ഷൂട്ടൌട്ട് തുടങ്ങി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായി ഫാൻ ബേസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പോർച്ചുഗൽ, അർജന്റീന, ഫ്രാൻസ്, ബ്രസീൽ ടീമുകളെ പ്രതിനിധീകരിച്ച് വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കാളികളായി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് കുട്ടികൾക്ക് ആശംസകൾ നേർന്നു. വൈസ് പ്രിൻസിപ്പൽ പ്രജീഷ് C മാത്യു പിന്തുണ നൽകി. ഈ ഫിഫ വേൾഡ് കപ്പ് 2026 അനുബന്ധിച്ച് ഫാൻ ബേസ് ഫുട്ബോളിനെ സംബന്ധിച്ച് ക്വിസ് പ്രോഗ്രാം, പെനാൽറ്റി ഷൂട്ടൗട്ട്, അങ്ങനെ ഒത്തിരിയേറെ പ്രോഗ്രാംസ് അണിയിച്ചൊരുക്കി ന്യൂമാൻ കോളേജിലെ വിദ്യാർത്ഥികൾക്കെല്ലാം ഈ ഒരു ലോകകപ്പ് ഉത്സവമാക്കി മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസിനെല്ലാം 4 ടീമുകളാക്കി അണിനിരത്തി അവരുടെ ഒരു പോരാട്ടമാണ് ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രശസ്ത ടീമുകളായിട്ടുള്ള പോർച്ചുഗൽ, അർജന്റീന, അതിനോടൊപ്പം തന്നെ ഫ്രാൻസ്, ഒപ്പം ബ്രസീൽ, ഈ 4 ടീമുകളെ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പ്രതിനിധീകരിച്ച് പങ്കെടുക്കുമ്പോൾ ഈ ലോകകപ്പിൻ്റെ ഒരു ഉത്സവ പ്രതീതിയാണ് ന്യൂമാൻ കോളേജിൽ നടക്കുന്നത്. അധ്യാപകരായ എബിൻ, അൽഫോൻസ എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തി. നഗരസഭാ കൗൺസിലർ ലിറ്റി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഉൾനാടൻ മത്സ്യകൃഷിയുടെ സാധ്യതകളെയും ഉൾനാടൻ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെയും കുറിച്ച് ഫിഷറീസ് ഓഫീസർ റോണിയ റോസ് ജോർജ് സംസാരിച്ചു. കർഷകരുൾപ്പെടെ പങ്കെടുത്തു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന മൺസൂൺ മത്സ്യസമൃദ്ധി 2026 ഭാഗമായി ഇടുക്കി മത്സ്യഭവൻ പരിധിയിലെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ RIS തിലാപ്പിയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർ ലിറ്റി ജോസഫ് നിർവഹിച്ചു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയിലെ ഗുണഭോക്താവായ ജോളി വർക്കി ആനച്ചാലിന്റെ യൂണിറ്റിലെ തിലോപ്പിയ വിളവെടുപ്പാണ് നടത്തിയത്.
നിരോധന സമയം ഉൾനാടൻ മത്സ്യ കർഷകർക്ക് അവരുടെ മത്സ്യങ്ങൾക്ക് വിപണന സാധ്യത കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെ കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉടനീളം നടത്തുന്ന മൺസൂൺ മത്സ്യസമൃദ്ധി പരിപാടിയുടെ ഭാഗമായിട്ടാണ് വിളവെടുപ്പ് സംഘടിപ്പിച്ചത്. ഉൾനാടൻ മത്സ്യകൃഷിയുടെ ഇന്നിന്റെ സാധ്യതകളും ഉൾനാടൻ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഫിഷറീസ് ഓഫീസർ റോണിയ റോസ് ജോർജ് സംസാരിച്ചു. ചടങ്ങിൽ ഫിഷറീസ് ഓഫീസർ റോണിയ റോസ് ജോർജ്, അക്വാകൾച്ചർ പ്രൊമോട്ടർ ഹൈസൻ ജോർജ്, കർഷകർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വായനാ പക്ഷാചരണ പ്രവർത്തനങ്ങൾക്ക് പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. സ്കൂൾ പ്രിൻസിപ്പൽ TB സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. HM ഇൻചാർജ് PM റഹ്മത്ത് അധ്യക്ഷത വഹിച്ചു. അധ്യാപികയും എഴുത്തുകാരിയുമായ CN കുഞ്ഞുമോൾ കവിതയുടെ രസം എന്ന വിഷയത്തിലും നാടൻപാട്ട് കലാകാരനായ കുമാർ K മുടവൂർ നാടൻപാട്ടിന്റെ താളം എന്ന വിഷയത്തിലും കുട്ടികൾക്കായി ക്ലാസുകൾ നയിച്ചു. ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ നടക്കുന്ന വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ വായനാ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സ്കൂൾ പ്രിൻസിപ്പൽ TB സന്തോഷ് വായനാ ദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മുടെ സ്കൂളിൽ ഇറങ്ങിയെന്നും നമ്മുടെ എറണാകുളം ജില്ലയിൽ സ്റ്റേറ്റിൽ അറിയപ്പെട്ട ടീച്ചർ തന്നെ നമുക്ക് ഒരു അതിഥിയായിട്ട് ലഭിച്ചു ഈ ഇതോടനുബന്ധിച്ച്. ഒപ്പം തന്നെ ടീച്ചർക്ക് സപ്പോർട്ടായിട്ട് ടീച്ചറിന്റെ ഹസ്ബൻഡും ഒപ്പം കവിയും നാടൻപാട്ടിന്റെ ശൈലികളുമായിട്ട് കുമാർ സാറും ഒപ്പത്തി എന്നുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ചടങ്ങ് അല്ലെങ്കിൽ നമ്മുടെ ഈ ആചരണം വളരെയധികം അർത്ഥവത്താക്കാൻ വേണ്ടി ഏറ്റവും സാധ്യമായി എന്നുള്ളതിലുള്ള സന്തോഷം മനസ്സിനെ അറിയിച്ചുകൊള്ളുന്നു. കൂടുതൽ ധരിപ്പിക്കുന്നില്ല. നിങ്ങളെല്ലാവരും തന്നെ കവിതയും അതുപോലെ തന്നെ നാടൻ പാട്ടുമെല്ലാം കേൾക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ്. അതിന് ഏറ്റവും നല്ല രീതിയിലുള്ള അധികം കിട്ടി. ഏറ്റവും സന്തോഷത്തോടെ ഈ ചടങ്ങ് ഔദ്യോഗികമായി ഇനാഗുറേഷനായിട്ട് അറിയിച്ചു. HM ഇൻചാർജ് റഹ്മത്ത് PM അധ്യക്ഷയായി. അധ്യാപികയും എഴുത്തുകാരിയുമായ CN കുഞ്ഞുമോൾ കവിതയുടെ രസം എന്ന വിഷയത്തിലും നാടൻപാട്ട് കലാകാരനായ കുമാർ K മുടവൂർ നാടൻപാട്ടിന്റെ താളം എന്ന വിഷയത്തിലും കുട്ടികൾക്കായി ക്ലാസുകൾ നയിച്ചു. ഭാഷയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഭാഷ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാഷ ഏതാണ്? മലയാളം. നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. മലയാളം അല്ലാതെ മാതൃഭാഷയുള്ള കുട്ടികൾ ഇവിടെ കാണും, നമ്മുടെ സ്കൂളിൽ ഉണ്ടാകും. ഈ മാതൃഭാഷയുടെ സൗന്ദര്യവും അതിൻ്റെ മനോഹാരിതയും ഷെയർ ചെയ്യാനാണ്, അത് പങ്കിടാനാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. വായനയിലൂടെ നമുക്ക് ഒരുപാട് അറിവ് കിട്ടും, അതോടൊപ്പം തന്നെ ഭാഷാശേഷി വികാസവും നടക്കും. പെരുമ്പാവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വായന പൂർണിമ സാംസ്കാരിക വേദി വിദ്യാലയത്തിലേക്ക് നൽകിയ പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം കൺവീനർ നജീബ് PA നിർവഹിച്ചു. അധ്യാപികയും സ്കൂൾ ലൈബ്രറി കോർഡിനേറ്ററുമായ സബിത PE വായനാ ദിന സന്ദേശം നൽകി. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വിദ്യാലയത്തിൽ ലൈബ്രറി സന്ദർശനം, പുസ്തക പരിചയം, ക്വിസ് മത്സരം, പോസ്റ്റർ നിർമ്മാണം, പുസ്തക ആസ്വാദനം തുടങ്ങിയ വിവിധ പരിപാടികളാണ് നടന്നുവരുന്നത്. അധ്യാപകരായ ശ്രീലക്ഷ്മി NR, ജ്യോതി K ഭാസ്കർ, KM നൌഫൽ, ആശ OS എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. കട്ടപ്പന വലിയപാറ മഹാത്മാ SHGയുടെ ആഭിമുഖ്യത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വാർഡ് കൗൺസിലർ രഞ്ജിനി സജീവ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. കാൽനട യാത്രക്കാർക്ക് ഇതേറെ ഉപകാരപ്പെടും. SN ജംഗ്ഷൻ വലിയപാറ റോഡിന്റെ ഇരുവശത്തുമുള്ള റോഡിലേക്ക് വളർന്നു നിന്നിരുന്ന കാടുകളാണ് വെട്ടിത്തെളിച്ചത്. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾക്ക് യാത്രാ തടസ്സമായി നിന്നിരുന്ന കാടുകളാണ് മഹാത്മാ SHG പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വെട്ടിത്തെളിച്ചത്. വാർഡ് കൗൺസിലർ രഞ്ജിനി സജീവ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ 10ാം വാർഡിന് ഒരു അഭിമാനമാണ് നമ്മുടെ SHGയുടെ ഈ പ്രവർത്തനങ്ങൾ. നേതാക്കന്മാർക്ക് എല്ലാവർക്കും നമ്മുടെ വാർഡിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. നല്ല രീതിയിൽ ഇനിയും ഇതുപോലെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മറ്റ് സംഘടനകളും SHGകളും ഒക്കെ ഇതൊരു മാതൃകയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കാൽനട യാത്രക്കാർക്കാണ് ഇത് വലിയ സഹായമായി മാറിയിരിക്കുന്നത്. കട്ടപ്പന നഗരസഭ മുൻ കൗൺസിലർ സിജു ചക്കുമൂട്ടിൽ, സംഘം പ്രസിഡന്റ് ജോർജ് മാവുങ്കൽ, സെക്രട്ടറി കുര്യാക്കോസ് KV, റോയ്ച്ചൻ പാറക്കൽ, റോയ് തോമസ്,
ജോസ് ചൂരക്കാട്ട്, തോമസ് അപ്പോളോ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഞങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങൾ ഈ റോഡിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും പല സാമൂഹ്യ വിരുദ്ധരായ ആൾക്കാരെ മാലിന്യം കൊണ്ട് ഈ റോഡിൻ്റെ സൈഡിൽ ഇടുന്നത് വലിയ സങ്കടകരമായൊരു കാര്യമാണ്. ഞങ്ങളത് ചർച്ച ചെയ്യാറുണ്ട്. ആളെ ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ട് ഞങ്ങളത് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ആൾക്കാരെ പിടിച്ച് ഞങ്ങൾ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജില്ലയിലെ കാർഷിക സംഭരണ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ജോയിന്റ് കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KS രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. സംഘടന ഇടുക്കി ജില്ലാ പ്രസിഡന്റ് N സിന്ധു അധ്യക്ഷത വഹിച്ചു. കാർഷിക മേഖലയിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിനു വേണ്ടി ഇടുക്കി ജില്ലയിൽ ആവശ്യമായ സംഭരണ കേന്ദ്രങ്ങൾ യാഥാർത്ഥ്യമാക്കണമെന്ന് കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. തൊടുപുഴ VR ബീനാമോൾ എംപ്ലോയീസ് ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KS രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃത്യമായി അവർക്ക് മാനദണ്ഡത്തിനനുസൃതമായി ജോലി ചെയ്യുവാനുള്ള, ഭയരഹിതമായി ജോലി ചെയ്യുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് കൃത്യമായ അവരുടെ ഔട്ട്പുട്ട് കൃത്യമായി നമ്മുടെ ഗവൺമെന്റിൽ ലഭ്യമാവുകയുള്ളൂ. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കൃത്യമായി നമുക്കറിയാം, സംസ്ഥാനത്തിന്റെ സിവിൽ സർവീസ് എന്ന് പറയുന്നത് കൃത്യമായി ജീവനക്കാർക്ക് സമയബന്ധിതമായി കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതോടൊപ്പം അവര് സ്വൈര്യമായി ജോലി ചെയ്യുവാനുള്ള സമാധാനപൂർവമായ അന്തരീക്ഷം സിവിൽ സർവീസിൽ ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് ഈ സിവിൽ സർവീസിനെ സംരക്ഷിച്ചുകൊണ്ടും നിലനിർത്തിക്കൊണ്ടും നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ശീതകാല പച്ചക്കറികളുടെയും വെളുത്തുള്ളിയുടെയും ഹബ്ബായ കാന്തല്ലൂർ, വട്ടവട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ക്രിയാത്മകമായ സംഭരണ കേന്ദ്രങ്ങൾ ലഭ്യമല്ലാത്തത് ദുരിതമാകുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലയിലാകെ വിവിധ ബ്ലോക്കുകളിൽ കർഷകർ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾ ഇടനിലക്കാരില്ലാതെ വിറ്റഴിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംഘടന ഇടുക്കി ജില്ലാ പ്രസിഡന്റ് N സിന്ധു അധ്യക്ഷയായി. സംസ്ഥാന സെക്രട്ടറി VK ജിൻസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ മുൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റായിരുന്ന സർവീസിൽ നിന്നും വിരമിച്ച KA ബുഷറയ്ക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം EA നിയാസ് ഉപഹാരം നൽകി. ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി R ബിജുമോൻ, ജില്ലാ ട്രഷറർ ജില്ലാ ട്രഷറർ AK സുഭാഷ്, കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ നേതാക്കളായ VC മനോജ് കുമാർ, EK ഷിബു, KA ബുഷറ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ സെക്രട്ടറി KB പ്രസാദ് സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദുമോൾ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഹജ്ജ് 2027 ഹെൽപ്പ് ഡെസ്ക് പല്ലാരിമംഗലം മേഖലയിൽ ആരംഭിച്ചു. പല്ലാരിമംഗലം മേഖല ഹെൽപ്പ് ഡെസ്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു ഉദ്ഘാടനം ചെയ്തു. ഹജ്ജ് കമ്മിറ്റിയുടെ കോതമംഗലം താലൂക്ക് കോർഡിനേറ്റർ MM നസീർ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സംസാരിച്ചു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന്റെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഹജ്ജ് 2027 ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിരിക്കുന്നത്. പല്ലാരിമംഗലം മേഖല ഹെൽപ്പ് ഡെസ്ക് അടിവാട് സെൻട്രൽ ജംഗ്ഷനിൽ കല്ലുംപുറത്ത് ബിൽഡിംഗിലാണ് ഒരുക്കിയിരിക്കുന്നത്. പല്ലാരിമംഗലം മേഖല ഹെൽപ്പ് ഡെസ്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു ഉദ്ഘാടനം ചെയ്തു. പല്ലാരിമംഗലം മേഖല കേന്ദ്രീകരിച്ച് ഇപ്രകാരം ഒരു ഹജ്ജ് ഹെൽപ്പ് ഡെസ്ക് സമാരംഭിക്കുന്നത് കേരള ഹജ്ജ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഓരോ മേഖലയിൽ പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ സമീപ പല്ലാരിമംഗലത്തെ ഇതിന് മറ്റൊക്കെ പ്രാധാന്യമുണ്ട്. ഇവിടെ നിന്നും സാധാരണയായി നിരവധി പേർ ഹജ്ജ് കർമ്മത്തിൽ പുറപ്പെടുകയും അതെല്ലാം അപേക്ഷ നൽകുന്നതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഓൺലൈൻ ആപ്ലിക്കേഷൻ പല സൗകര്യങ്ങളായി നമ്മുടെ കേന്ദ്രങ്ങളിലൂടെ നടത്തി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നടന്നിട്ടുണ്ട് എന്നതൊക്കെ നമുക്കറിയാം. അത്തരത്തിൽ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് പല്ലാരിമംഗല മേഖല കേന്ദ്രീകരിച്ച് സമീപ പ്രദേശങ്ങളിലെ ആളുകൾക്കൊക്കെ അപേക്ഷ സമർപ്പിക്കുന്നതിന് ഓൺലൈനായി സമർപ്പിക്കുന്നതിന് ഇത്തരം സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായും ഇതൊരു സൽക്കർമ്മമാണ്. ഹജ്ജ് കമ്മിറ്റിയുടെ കോതമംഗലം താലൂക്ക് കോർഡിനേറ്റർ MM നസീർ അധ്യക്ഷനായി. അടിവാട് സെൻട്രൽ മസ്ജിദ് അസിസ്റ്റന്റ് ഇമാം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഹജ്ജ് കമ്മിറ്റി മുൻ കോർഡിനേറ്റർ NB ഷാജഹാൻ അപേക്ഷാ സമർപ്പണത്തിന് മാർഗനിർദ്ദേശങ്ങൾ നൽകി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് പ്രസിഡന്റ് MM അലിയാർ, ഹജ്ജ് കമ്മിറ്റി ട്രെയിനർമാരായ ഷംജൽ PM, ഷാജഹാൻ CA, ഷജൽ അല്ലാംകുന്നേൽ, അടിവാട് ടൗൺ മസ്ജിദ് പ്രസിഡന്റ് CA മുഹമ്മദ്, സെക്രട്ടറി അബ്ദുള്ള തുരുത്തൽ, TK മുഹമ്മദ് ബദരി, MM അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ESI, ESCZ ബഫർ സോൺ വിഷയങ്ങളിൽ തനിക്കെതിരെ CV വർഗീസ് നടത്തിയ ആരോപണങ്ങൾ അനാവശ്യമാണെന്നും വസ്തുതാവിരുദ്ധമാണെന്നും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. കോലാനി അമരങ്കാവ് ദേവി ക്ഷേത്രത്തിൽ സാമൂഹ്യ വിരുദ്ധർ പ്രവേശിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് ജൂലൈ 2-ന് ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് നാമജപയാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റവന്യൂ ഭൂമി വനം വകുപ്പ് അനധികൃതമായി കയ്യേറുന്നുവെന്ന് സോഷ്യൽ അവയർനെസ് ആൻഡ് ആക്ഷൻ ഫോറം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇടുക്കി അണക്കര സർക്കാർ സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാരനായ അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SFI ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തി. നഗരസഭാ കൗൺസിലർ ലിറ്റി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.